3 ലോക്സഭാ മണ്ഡലങ്ങളിൽ കിടിലൻ പോരാട്ടങ്ങൾ പ്രവചിക്കുമ്പോൾ ഇങ്ങനെയാണ്. പത്തനംതിട്ട, ചാലക്കുടി, കോഴിക്കോട് മണ്ഡലങ്ങളിലെ സർവേ ഫലങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ സിറ്റിംഗ് എംപിയും UDF സ്ഥാനാർത്ഥിയുമായ ആന്റോ ആന്റണിക്ക് മുൻതൂക്കമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. LDF മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക്കിനെ മണ്ഡലത്തിൽ ഇറക്കിയിട്ടും കാര്യമായ പ്രയോജനമുണ്ടാവില്ലെന്നാണ് സർവേ പ്രവചിക്കുന്നത്. ആന്റോ ഇത്തവണ വിജയിക്കുക മാത്രമല്ല, ഭൂരിപക്ഷവും വർദ്ധിപ്പിക്കുമെന്നാണ് സർവേയിൽ കണ്ടെത്തൽ. അതേസമയം ഐസക്കിന് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തിനായി പോരാടേണ്ടി വരുമെന്നും പ്രവചനമുണ്ട്. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുമായി വലിയ മത്സരം തന്നെ ഐസക്കിന് നടത്തേണ്ടി വരും. മുൻ ധനമന്ത്രി 3ാം സ്ഥാനത്തേക്ക് വീണാൽ പോലും അത്ഭുതപ്പെടാനില്ലെന്നാണ് സർവേയിൽ പ്രവചനം. അതേസമയം അനിൽ ആന്റണിയുടെ വരവ് NDAക്ക് നേട്ടമാകുമെന്നും പ്രവചനം. ഇപ്പോഴത്തെ നിലയിൽ തോമസ് ഐസക്ക് 2ാം സ്ഥാനത്തെത്തും. എന്നാൽ വോട്ട് ശതമാനത്തിൽ NDAയും LDFും ഒരേപോലെ എത്തും. UDFന് 37.6% വോട്ടാണ് ലഭിക്കുക. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. LDFനും NDAക്കും 28% വീതം വോട്ടും ലഭിക്കും. LDFന്റെ വോട്ടിൽ 4.77% കുറവ് വരുമെന്നും സർവേയിൽ പ്രവചനമുണ്ട്. അതേസമയം UDFന്റെ വോട്ടിൽ മണ്ഡലത്തിൽ ഇടിവുണ്ടാകില്ല. BJPക്ക് നേരിയ തോതിൽ വോട്ട് കുറയുമെന്നും സർവേയിൽ പറയുന്നുണ്ട്. കോഴിക്കോട് പക്ഷേ മത്സരം ശക്തമാകുമെന്ന് സർവേ പറയുന്നു. UDFന് 2.5%-ലധികം വോട്ട് കുറയും. പക്ഷേ മണ്ഡലത്തിൽ MK രാഘവൻ തന്നെ ഇത്തവണയും ജയിക്കും. തുടർച്ചയായി 3 തവണ കോഴിക്കോട് നിന്ന് MK രാഘവൻ വിജയിച്ച് കയറിയതാണ്. ഇത്തവണ എതിരാളിയായി LDF എളമരം കരീമിനെ തന്നെയാണ് ഇറക്കിയത്. എന്നാൽ ജനഹിതം രാഘവനൊപ്പമാണെന്നും സർവേ പ്രവചിക്കുന്നു. LDFന് 0.14% വോട്ട് കൂടും. NDA വോട്ടിൽ 1.29% വർദ്ധിക്കും. UDFന് 43.22%, LDFന് 38.09%, NDAക്ക് 16.26% വോട്ട് ലഭിക്കും. അതേസമയം ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ നേരിയ വോട്ടിന് മുന്നിലാണെന്നും സർവേ പ്രവചിക്കുമ്പോൾ മണ്ഡലത്തിൽ പക്ഷേ UDF സ്ഥാനാർത്ഥിയുടെ വോട്ട് വിഹിതത്തിൽ കാര്യമായ ഇടിവുണ്ടാവും. 10.8% വോട്ടാണ് കുറയും. സ്വതന്ത്രർക്കും മറ്റു കക്ഷികൾക്കും ചേർത്ത് 12.88% വോട്ടാണ് സർവേ പ്രവചിക്കുന്നത്. LDF വോട്ടിൽ 2.32% വോട്ട് കുറയും. NDAക്ക് പക്ഷേ 2.42% വോട്ട് വർദ്ധിക്കുകയും ചെയ്യും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.